ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ നയിക്കും. ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ. ഹരികൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഹരി, ഇന്ത്യൻ ക്രിക്കറ്റിൽ തലമുറ മാറ്റമല്ലേ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയൊരു തലമുറ മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവർ ടെസ്റ്റ് ടീമിൽ നിന്നും വിരമിച്ചതിന് പിന്നാലെ ഇപ്പോൾ അജിത് അഗാർക്കർ BCCI ഹെഡ്ക്വാർട്ടേഴ്സിൽ മുംബൈയിൽ വെച്ച് നടത്തിയ പ്രസ് മീറ്റിൽ കൃത്യമായി തന്നെ 19 അംഗ സ്ക്വാഡിനെ തീരുമാനിക്കുന്നു. ആദ്യ പര്യടനം ഇംഗ്ലണ്ടിനെതിരെയാണ്. ശുഭ്മാൻ ഗിൽ നയിക്കും ഇന്ത്യൻ ടീമിനെ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വൈസ് ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്തിനെയും നിയമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ തന്നെ ഇതൊരു പുതിയൊരു വേർഷൻ തന്നെയാണ്. കാരണം പ്രധാനമായും കരുൺ നായർ ടീമിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളതാണ്. മറ്റ് കളിക്കാരുടെ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ 2017 മാർച്ചിലാണ് അവസാനമായി ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് കരുൺ നായർ എത്തിയത്. പ്രധാനമായും ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ഇത്തവണത്തെ IPL കരുൺ നായറിന് ആദ്യത്തെ മത്സരം തൊട്ട് മികച്ചതാക്കാൻ സാധിച്ചു. അതൊരു വലിയ നേട്ടം തന്നെയായി മാറുന്നു. പിന്നാലെ ഈ ടെസ്റ്റ് ടീമിലേക്ക് സായ് സുദർശന്റെ എൻട്രിയും കൂടി എത്തുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ട് ശുഭ്മാൻ ഗില്ലിനൊപ്പം സായ് സുദർശനാണ് ഓപ്പണിംഗ് പെയറായിട്ട് നിന്നത്. ഒരു മികച്ച കൂട്ടുകെട്ട് തന്നെ. ഇത്തവണ ഓറഞ്ച് ക്യാപ്പിൽ തന്നെ ഏറ്റവും ലീഡിംഗ് പ്ലേയേഴ്സിൽ ഒന്ന് സായ് സുദർശനാണ്. സായ് സുദർശൻ അതോടൊപ്പം തന്നെ ടെസ്റ്റ് ടീമിലേക്ക് ഒരു യോഗ്യത കിട്ടും. അതോടൊപ്പം തന്നെ ധ്രുവ് ജുറലും അർഷ്ദീപ് സിംഗും ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്തുന്നു. ഇതൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ, പുതുമുഖങ്ങൾ ടെസ്റ്റ് ടീമിലേക്ക് വരുന്നു എന്നുള്ളത്. അർഷ്ദീപും ധ്രുവ് ജുറലും വരികയാണ്. ധ്രുവ് ജുറൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വാതിലുകളെല്ലാം തുറക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണവും കൂടിയായി ടെസ്റ്റ് ടീമിലേക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷേ എന്നാലും ഇനി ഗിൽ യുഗമാണ് വരാൻ പോകുന്നത്. രോഹിത് ശർമ്മയുടെ വിരമിക്കലിന് പിന്നാലെ ശുഭ്മാൻ ഗില്ലാകുമോ അതോ ജസ്പ്രീത് ബുംറയാകുമോ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്നൊരു ചോദ്യം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജസ്പ്രീത് ബുംറയുടെ പരിക്കുകൾ ചിലപ്പോൾ അദ്ദേഹത്തിന് വിനയായി മാറാനുള്ള സാധ്യത കൊണ്ട് തന്നെ ഗില്ലിനെ ക്യാപ്റ്റനാക്കാനുള്ള തീരുമാനത്തിലേക്ക് BCCI എത്തുന്നു. അതോടൊപ്പം തന്നെ വൈസ് ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് KL രാഹുലും ഋഷഭ് പന്തുമായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. അതിൽ ഋഷഭ് പന്ത് വിജയിക്കുകയും ചെയ്യുന്നു. ഇത്തവണത്തെ IPL മികച്ച ഫോമിലല്ല ഋഷഭ് പന്ത് എങ്കിൽ പോലും വൈസ് ക്യാപ്റ്റനായി ഗില്ലിന്റെ ഡെപ്യൂട്ടിയായി തന്നെ ഋഷഭ് പന്തിനെ നയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിലേക്കും കൂടി കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതും കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. അതോടൊപ്പം തന്നെ കരുൺ നായരുടെ തിരികെ വരവ്. 300 റൺസ് അടിച്ചതിന് ശേഷം കരുൺ നായർ ടെസ്റ്റ് ടീമിൽ നിന്നും എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യങ്ങൾ സർക്കുലേറ്റ് ചെയ്തിട്ട് ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് ടെസ്റ്റ് ടീമിലേക്ക് കരുൺ നായർ തിരികെ എത്തുന്നത്. അതിൽ പ്രധാനമായും അദ്ദേഹത്തിന്റെ ഈ ഇടത്തുള്ള ഫോമിലൊക്കെ തന്നെ മികച്ച ആവറേജോടുകൂടി തന്നെ കളിക്കുകയാണ്. നമ്മൾ ഗില്ലിന്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 32 ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ച ശുഭ്മാൻ ഗിൽ 1893 റൺസാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. 128 റൺസാണ് അദ്ദേഹത്തിന്റെ ഹൈ സ്കോർ. അതിൽ 5 സെഞ്ചുറികളും 7 അർദ്ധ സെഞ്ചുറികളുമാണ് ഗില്ലിന്റെ ടെസ്റ്റ് റെക്കോർഡ്. ഈ റെക്കോർഡ് കൂടി തന്നെയാണ് ക്യാപ്റ്റൻസി പദവിയിലേക്ക് ഗില്ല് എത്തുന്നത്. പ്രത്യേകിച്ച് ഒരു തലമുറ മാറ്റം തന്നെയാണ്. നമ്മൾ ടീമിൽ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഒരു പുതിയ ബഞ്ച് ഓഫ് ആളുകളുണ്ട്. അതിൽ നമ്മൾ ക്യാപ്റ്റനായാലും വൈസ് ക്യാപ്റ്റൻ എടുത്ത് നോക്കിയാൽ പോലും ബാക്കി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ സായ് സുദർശന്റെയും ധ്രുവ് ജുറലിന്റെയും അർഷ്ദീപ് സിംഗിന്റെയും കരുൺ നായറിന്റെയും ഒക്കെ ഒരു ഇൻക്ലൂഷനിലേക്ക് വരുമ്പോഴേക്കും ഒരു പുതിയ ടെസ്റ്റ് ടീമിനെ വാർത്തെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് BCCIയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പുതിയ ടീമിനെ നയിക്കുന്നതോടൊപ്പം തന്നെ ആദ്യത്തെ പര്യടനം ഇംഗ്ലണ്ട് ടീമിനെതിരെയാണ്. അപ്പോൾ ഇത് ടെസ്റ്റ് ടീമിലേക്ക് വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഉറ്റുനോക്കുന്നത്, നമുക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കുക, അതോടൊപ്പം തന്നെ ഇന്ത്യൻ കളിക്കാരെ, അതായത് എങ്ങനെയായിരിക്കാം ഈ ടീമിനെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അജിത് അഗാർക്കർ പ്രസ് മീറ്റിൽ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു പുതിയ ഇൻക്ലൂഷൻ അത് എങ്ങനെയായിരിക്കാം ഉണ്ടാകുക, അതിൻ്റെ ആദ്യത്തെ പര്യടനം എന്ന രീതിയിൽ ഇംഗ്ലണ്ടിനെതിരെ എങ്ങനെയായിരിക്കും മാറ്റിവെക്കുക, ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി ടെസ്റ്റിനെ ഗില്ല് നയിക്കും. 128 മത്സരങ്ങളുടെ പരിചയ സമ്പന്നതയോടുകൂടി തന്നെ ഗില്ല് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ നയിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശദാംശം. ആര്യ, തീർച്ചയായും രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വിരമിക്കലിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ തലമുറ മാറ്റം വരുന്നു. ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ നയിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.